ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കുഷ്ക റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും വളരെ ഈസിയായി കുഷ്ക ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തത്. അതിലേക്ക് 3 വലിയ സവാള എടുത്തിട്ടുണ്ട്, 2 തക്കാളി, എരിവിനനുസരിച്ചിട്ട് പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, തൈര്, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇവിടെ കഴുകി വൃത്തിയാക്കിയ ബീഫ് ഒരു കുക്കറിലിട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം, ഉള്ളി ഇട്ട് കൊടുക്കാം, നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി, അതും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ, പാകത്തിന് ഉപ്പ് ഇവ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തിക്കണം. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ബീഫ് മസാല ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ബീഫ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബീഫ് നന്നായിട്ട് എല്ലാ ഭാഗത്തും മസാല എത്തിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. ഈ ബീഫ് റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട റൈസ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ 1 കിലോ പൊന്നി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 സവാള ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് പട്ട, കുറച്ച് ഗ്രാമ്പൂ, കുറച്ച് കറിവേപ്പില ഇവ ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി വഴന്നു വരുമ്പോൾ നമുക്ക് നമ്മളുടെ അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കാം. ഉപ്പ് റൈസിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, കാരണം നമ്മൾ ഓൾറെഡി ബീഫിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് വെള്ളം തിളക്കുന്നവരെ മൂടി വെക്കാം. അപ്പോൾ നന്നായി വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കഴുകി വൃത്തിയാക്കി അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ടെടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് മൂടി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ മൂടിയെടുത്ത് പോകുമ്പോൾ ചോറ് പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങ നന്നായിട്ട് അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ കുറച്ച് മല്ലിയില, പുതിനയില ഇവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ മസാല ചോറിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ പാകത്തിന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം ഞാനിത് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട്.
അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ചോറ് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായി നല്ല ടേസ്റ്റിയിലുള്ള കുഷ്ക റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, മാത്രമല്ല വളരെ ഈസിയാണ്. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.